മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉണ്ണി സമനില തെറ്റിയ പോലെയാണ് മഹാലക്ഷ്മിയോട് പെരുമാറുന്നത്. കാരണം മഹാലക്ഷ്മി കാരണമാണ് തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് എന്ന് ഉണ്ണിക്കൊരു ബോധമാണ് കേട്ടോ. കണ്ണൻ പറയും, നിങ്ങൾക്ക് ആർക്കും ഇവിടെ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ, മഹാലക്ഷ്മി പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഇനി മേലിൽ ഈ ഒരു വിഷയം ഇനി മേലിൽ എൻ്റെ ഭാര്യയോട് നിങ്ങൾ ആരും പറഞ്ഞു പോകരുത്. അവൾ പറയുന്നതനുസരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റിയെങ്കിൽ മാത്രം നിങ്ങളെല്ലാവരും ജീവിച്ചാൽ മതി എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയും, അല്ലെങ്കിലും ഏട്ടത്തിയമ്മ പറയുന്നതെല്ലാം കേട്ടിട്ട് അതേപടി ഈ സ്ത്രീ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയാണല്ലോ എന്നിങ്ങനെ പറയാനായിട്ട്. അതേടാ, ഞാൻ പിന്നെ എൻ്റെ ഭാര്യ പറയുന്നതല്ലാതെ പിന്നെ ആര് പറയുന്നത് വിശ്വസിക്കണം? നിങ്ങളൊക്കെ പറയുന്നത്, നിങ്ങളൊക്കെ ഞങ്ങളോട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. പിന്നെ അത് വീണ്ടും വീണ്ടും പറയിപ്പിക്കണ്ട എന്നിങ്ങനെ പറയാനട്ടോ. അത് കേൾക്കുമ്പോൾ ദുർഗയും അതുപോലെ കടിച്ചു കീറി പറയുന്നുണ്ട്. കണ്ണൻ ഇപ്പോൾ ഇവള് പറയുന്നത് മാത്രമാണ് വേദവാക്യം, അല്ലാതെ ഞങ്ങൾ പറയുന്നതൊന്നും കണ്ണൻ ശ്രദ്ധിക്കാറില്ല, അതൊന്നിട്ട് മൈൻഡും ചെയ്യണില്ല എന്നിങ്ങനെ പറയും. അതിനുള്ള അവസരം നിങ്ങളാണ് വരുത്തിയത് എന്നിങ്ങനെ കണ്ണൻ പറയുന്നു കേട്ടോ. അവളുടെ അമ്മയുടെ പിറന്നാൾ ദിവസം അവളവിടെ പോയപ്പോൾ എനിക്ക് ആകെ വിഷമമായിരുന്നു. അന്ന് മുഴുവൻ രാത്രി ഉറക്കവും കൂടി വന്നിട്ടില്ല. കാരണം എന്താണെന്നറിയോ? കരുണൻ്റെ അച്ഛനും മുത്തശ്ശിയും അവരെന്തും ചെയ്യാൻ മടിക്കില്ല. അത് ആലോചിച്ചിട്ടാണ്. ആ പായസത്തിൽ വിഷം കലക്കിയത് ആരാണെന്ന് നന്നായിട്ട് അറിയാം ആരാണെന്ന്. അത് വീണ്ടും വീണ്ടും നീ പറയിപ്പിക്കണ്ട എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയണ്, ആ വിഷം ഏതോ ഒരു സന്യാസിനി ആരോ വന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ ഭാര്യയാണ് എടുത്തിട്ട് അത് കൊടുത്ത് അത് മറിച്ച് വെച്ചത്. അത് കഴിച്ചിട്ടാണ് എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ എൻ്റെ കുഞ്ഞിനെ നഷ്ടമായത് എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി ചീറിയെടുക്കണം കേട്ടോ. മതിയടാ, ഇനിയും ഈ ഒരക്ഷരം മിണ്ടിപ്പോരുത്. നിനക്കിവിടെ വന്നപ്പോൾ എന്നോട് ഒരു ചെറിയ സ്നേഹം ഉണ്ടായിരുന്നു. ഏടത്തി അമ്മയാണെന്നുള്ള പരിഗണന നീ എനിക്ക് തന്നിരുന്നു. പക്ഷെ അത് നീ ഇവരുടെയൊക്കെ കൂടിയിട്ട് അമ്മയുടെയും ദുർഗയുടെയും വാക്ക് കേട്ടിട്ട് നീ അത് ഒഴിവാക്കി. അതുകൊണ്ട് ഇനി നീ ഒരക്ഷരം സംസാരിച്ച് പോകരുത് എന്നിങ്ങനെ പറയും. കണ്ണൻ പറയണേ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി. നീ അധികം കളിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ജോലിയടക്കം ഞാൻ ഇല്ലാതാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മാറി താമസിക്കണമെങ്കിൽ മാറി താമസിക്കുക. വാടക വീട് എടുത്ത് താമസിച്ചോ. ഇനിയിപ്പോൾ നിൻ്റെ ഭാര്യ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവളുടെ മനസ്സിൽ മഹിയോട് ഭയങ്കര ദേഷ്യമായിരിക്കും. അവളെയും എന്നെ ഇല്ലാതാക്കാനുള്ള അടുത്ത ശ്രമവും നിങ്ങൾ നടത്തും. അതേതായാലും വേണ്ട, നിങ്ങൾ മാറി താമസിക്കാൻ തയ്യാറെടുത്തോളൂ എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ ഉണ്ണിക്കും ദുർഗയ്ക്കും എന്ത് പറയണം എന്നറിയാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് മേഘനാഥൻ്റെ അവിടേക്ക് ഉണ്ണി പോവുകയാണ് കേട്ടോ. ഇതോട് കൂടിയിട്ട് പോവുകയാണ്. അതിനുശേഷം മേഘനാഥനോട് പറയേണ്ടത് ഇങ്ങനെ കാര്യങ്ങളെല്ലാം നടന്നു എന്നും എനിക്ക് മാത്രമാണ് നഷ്ടം, എൻ്റെ കുഞ്ഞു പോയി എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ലല്ലോ. അവളുടെ പിന്നിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും കിട്ടും. ഇപ്പം ഇവനെ കണ്ണ് കാണാതെ നടക്കുകയാണ്. മഞ്ജുവിനെയും പിടിച്ചു കൊണ്ടുവന്നിട്ട് ആ സ്വത്ത് ഇങ്ങോട്ട് കിട്ടും പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾ ഒരു കാലത്തും വിചാരിച്ചിട്ടും ആ സ്വത്ത് നിങ്ങൾക്ക് കിട്ടില്ല. അതിനുള്ളത് നിങ്ങൾ വെള്ളം വാങ്ങി വെച്ചോളി എന്നിങ്ങനെ പറയണം കേട്ടോ. ഒരാളെ ഇപ്പോൾ ഇടുപ്പൊടിഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ ഇനി മേഘനുമായി കഴിഞ്ഞാൽ എനിക്ക് സാധിക്കില്ല നോക്കാൻ. ഇവിടെയാണെങ്കിൽ ഒരു പെൺകൊച്ചുണ്ട്, അതിനെയാണെങ്കിൽ കല്യാണം കഴിച്ച് കൊടുക്കണം, അതിന് കണ്ണൻ തന്നെ സഹായിക്കണം എന്നെല്ലാം പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷ കഴുകി വിടരുത്. എന്തായാലും ശരി, ഇനി ഡബിൾ സ്ട്രോങ്ങിൽ വേണം കാര്യങ്ങളെല്ലാം ചെയ്യാനേ എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം മഹാലക്ഷ്മി കണ്ണനോട് പറയുകയാണ്, എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം എന്നിങ്ങനെ പറയുമ്പോൾ, അയ്യോ താൻ ഇന്ന് വരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയും. എനിക്ക് മാത്രമല്ല കണ്ണേട്ടനും കുറച്ച് ഡ്രസ്സുകൾ എടുക്കണം എന്നിങ്ങനെ പറയും. എന്നാൽ ശരി വായോ പോകാം എന്ന് പറയണം കേട്ടോ. എന്നിട്ട് ആ തുണിക്കടയുടെ അവിടെ എത്തിയപ്പോൾ കണ്ണനെ വിളിക്കുകയാണ് മഹി. ഇല്ല, ഞാൻ ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ട് ഞാൻ വരുന്നില്ല, ഏതായാലും നീ പോയിട്ട് ഇഷ്ടമുള്ളത് എടുത്തോ, ഒരിക്കലും പിശുക്ക് കാണിക്കേണ്ട, ഇഷ്ടം പോലെ എടുത്തോളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഹാലക്ഷ്മി തുണിക്കടയിലേക്ക് പോവുകയാണ്. തുണിക്കടയിൽ കയറുമ്പോൾ തന്നെ മഞ്ജു അവിടെ സെയിൽസ് ഗേൾസായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് കണ്ടത് മഹാലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകെ പകച്ചു പോവുകയാണ്. കാരണം കമലേശ്വരം ഗ്രൂപ്പിൻ്റെ മകളാണ് അവിടെ നിൽക്കുന്നത്, ആ കണ്ണൻ്റെ പെങ്ങളാണ് അവിടെ നിൽക്കുന്നത്.